ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൈഡ് വേയുടെ സെഷനായിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ഓൾമോസ്റ്റ് പഴയ ലെവലിൽ തന്നെ ഏകദേശം മാർക്കറ്റിൽ നിന്ന് എൻഡ് ആവുകയായിരുന്നു ചെയ്തത്. 17,288 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 17,305 വരെ ഹൈ പോയി. തുടർന്ന് 17,222.4 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഹിൻഡാൽകോ, അൾട്രാടെക് സിമൻസ്, ഹീറോ മോട്ടോകോർപ്പ്, ടൈറ്റാൻ, TCS ഇവരായിരുന്നു നിഫ്റ്റിയുടെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബിയർ ഷാർട്ടിൽ ഒരു ക്യാൻഡിലാണ് പ്ലോട്ട് ആയിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ലെവൽ 17,300 മുകളിൽ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ആ ഒരു ലെവലിനെ ഹോൾഡ് ചെയ്യാൻ മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ഒരു നല്ലൊരു റിവേഴ്സലിലേക്ക് മാർക്കറ്റ് പോവുകയാണ് ഉണ്ടായത്. ഡെയിലി ചാർട്ടിൽ ഇപ്പോൾ നല്ലൊരു ബിയറിഷ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് കാണുന്നത്. ഒരു റിവേഴ്സലിനുള്ള സൂചനകളും മാർക്കറ്റിൽ ഇപ്പോൾ തരുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഒക്ടോബർ മന്തിലെ മന്ത്ലി എക്സ്പയറി ഓപ്ഷൻസിൻ്റെ മന്ത്ലി എക്സ്പയറി ഡാറ്റ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നിലനിൽക്കുന്നത് പുട്ട് ഓപ്ഷൻ സൈഡിലാണ്. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ കാണിച്ചിരിക്കുന്നത് 10,500 അപ്പോൾ ഈ ഒരു ഡാറ്റ പ്രകാരം ഏറ്റവും കൂടുതൽ ആൾക്കാരുകൾ പ്രതീക്ഷിക്കുന്നത് 10,500. ഒരു മാർക്കറ്റിലൊരു റിവേഴ്സലിനുള്ള സാധ്യതകളാണ് പ്രതീക്ഷിക്കുന്നതും. 10,500 തുടർന്ന് 10,000 ആ റേഞ്ചുകളിലേക്കാണ് ഏറ്റവും കൂടുതൽ പുട്ട് ഓപ്ഷനിൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. ഇനി ഈ സമയത്ത് നമ്മൾക്ക് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വരുന്ന സ്റ്റിമുലസ് പാക്കേജും അതേപോലെ തന്നെ വരുന്ന RBI പോളിസി മീറ്റിംഗ് ഒക്കെയാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാനുള്ള ഫാക്ടേഴ്സായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡാറ്റ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല, ഈ സമയത്ത് മാർക്കറ്റിന് ഒരു 17,300 ഹോൾഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്നൊരു കണ്ടീഷൻ, ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ നിങ്ങൾ ഓരോ എൻട്രികൾ എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പ്രോഫിറ്റിൽ നിൽക്കുന്നതൊക്കെ ആണെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ ഫോളോ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ആ ഒരു സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ടിലേക്കോ അല്ലെങ്കിൽ മന്ത്ലി ചാർട്ടിലോ കൺവേർട്ട് ചെയ്തതിന് ശേഷം പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഒരു ലോ ആ ഒരു റേഞ്ചെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങളൊരു ഷോർട്ട് ടൈമിലേക്കാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇടുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അതല്ല, നിങ്ങളൊരു 4 വർഷം, 5 വർഷം, 10 വർഷം അങ്ങനത്തെ ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവിലോട് കൂടിയാണ് സ്റ്റോക്കിൽ എൻട്രി കൊടുത്തതെങ്കിൽ പേടിക്കാനൊന്നുമില്ല. അതല്ല, നിങ്ങളിങ്ങനെ ഒരു ഷോർട്ട് ടൈമിലേക്കാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയുള്ളൊരു സ്റ്റോപ്പ് ലോസുകൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിലും ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽസാണ് കണ്ടുവരുന്നത്. അപ്പോൾ രണ്ടും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എല്ലാം തന്നെ ഒരു റിവേഴ്സലുള്ള സൂചനകൾ തരുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു സമയത്ത് നമ്മൾ ഒരു പുതിയ എൻട്രികളൊക്കെ നമ്മളൊന്ന് കോഷ്യസ് ആയിട്ട് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അതുപോലെ തന്നെ വരും ദിവസങ്ങളിലെ RBI പോളിസി മീറ്റിങ്ങും അതുപോലെ തന്നെ US-ലും ഇന്ത്യയിലുള്ള സ്റ്റിമുലസ് പാക്കേജിൻ്റെ ന്യൂസ് അപ്ഡേറ്റുകളും തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. ഇനി നമ്മൾ അടുത്തായിട്ട് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് വാച്ച് ചെയ്യുകയാണെങ്കിൽ US മാർക്കറ്റിൽ നാസ്ഡാക്ക് 203 പോയിൻറ്റ്സ് ഗെയിനോടുകൂടിയായിരുന്നു ഇന്നലെ ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ഇന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് കാണുന്നത്. എന്തായാലും ഒരു ബിയറിഷ് സൈഡിലേക്കാണ് മാർക്കറ്റുകളെല്ലാം തന്നെ നിലനിൽക്കുന്നത്. ഇനി അടുത്തായിട്ട് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു മിക്സഡ് ട്രെൻഡാണ് കാണാനുള്ളത്. SGX നിഫ്റ്റി ഇപ്പോൾ 12 പോയിൻറ്റ്സ് അപ്പിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ചെറിയൊരു വർധനവ് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഇനി അതുപോലെ തന്നെ രൂപയുടെ മൂല്യവും ഡോളറിന് അഗേൻസ്റ്റായിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡിങ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ഇനിയും അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി അപ്ഡേറ്റ് ആകുന്ന പക്ഷം നിങ്ങളും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയും ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത്ര ഒരു ഫേവറബിളായിട്ട് കാണുന്നില്ല. എന്നിരുന്നാലും രാവിലെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റിലേക്ക് എൻട്രി കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ഇനി അടുത്തായിട്ട് കുറച്ച് സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ജിൻഡാൽ സ്റ്റീലിൻ്റെ ഡെയിലി ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് ഏകദേശം 210 റേഞ്ചുകളിലാണ് റെസിസ്റ്റൻസ് സോണുകൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് ട്രാക്ക് ചെയ്യുക. അത്യാവശ്യം നല്ല വോളിയത്തിലൊക്കെയാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിലൊരു പോസിബിലിറ്റി നമുക്ക് ഏകദേശം ഒരു 193 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ 194 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എൻട്രിക്കുള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റലിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സ്റ്റോക്കിലും ഒരു അപ് ട്രെൻഡുകൾ കണ്ടുവരുന്നുണ്ട്. ഒരു ചെറിയ ബുള്ളിഷ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് ദിവസങ്ങളിൽ പ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓവർബോട്ട് റീജിയനിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. ഇനി അതുപോലെ തന്നെ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ഒരു പോസിബിലിറ്റീസ് നിലനിൽക്കുന്നുണ്ട്. വോളിയവും അത്യാവശ്യം നല്ല വോളിയത്തിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് ഏകദേശം 185 അടുത്തൊരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോണായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രീവിയസ് ഹൈയിൽ നിന്ന് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിൽ നിന്ന് ഒരു ബ്രേക്കൗട്ടുകൾ വരും ദിവസം ഒരു 177 മുകളിൽ ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ ഒരു എൻട്രിക്കുള്ളൊരു പോസിബിലിറ്റി ഹിൻഡാൽകോയിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്.
ഇനി അതേപോലെ തന്നെ കജാരിയ സെറാമിക്സിൻ്റെ ഡെയിലി ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഇതിലും ഒരു പ്രീവിയസ് ഹൈയിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വോളിയവും അത്യാവശ്യം നല്ല വോളിയത്തിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓവർബോട്ട് റീജിയനിൽ ഇന്ന് ടച്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിലൊരു ബ്രേക്കൗട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു എൻട്രിക്കുള്ള ഒരു പോസിബിലിറ്റി കജാരിയ സെറാമിക്സിലും നിലനിൽക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റം ഇവരുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും നമ്മൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ബുള്ളിഷ് സിഗ്നൽസ് ആണ് കണ്ടുവരുന്നത്. അപ്പോൾ പ്രീവിയസ് ഹൈയിൽ നിന്നൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഓവർബോട്ട് റീജിയനിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിൽ നിന്ന് ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം ഒരു ബുള്ളിഷ് സിഗ്നൽസ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്നലത്തെ ഒരു പ്രീവിയസ് ഹൈയിൽ നിന്ന് ഒരു ബ്രേക്കൗട്ടുകൾ ഇന്നൊരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു എൻട്രിക്കുള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ നിലനിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ബിയറിഷ് സിഗ്നൽസ് ആണ് ഈ ഒരു സ്റ്റോക്കിലും അതുപോലെ തന്നെ PNB ഹൗസിംഗ് ഫിനാൻസിലും പ്ലോട്ട് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്രീവിയസ് ഹൈയിൽ നിന്ന് ഒരു ബ്രേക്കൗട്ടുകൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിൽ നിന്ന് ബ്രേക്കൗട്ടുകൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കിലേക്കുള്ളൊരു എൻട്രി ഒരു ബൈ എൻട്രി കൊടുക്കുന്നത് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക നമ്മൾക്ക്. ഇനി അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞതായിരുന്നു ഒരു ബിയറിഷ് റിവേഴ്സൽ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് വീണ്ടും അത് തുടരുകയാണ്. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണുകളിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രെൻഡൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു റേഞ്ചിനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു പക്ഷേ ഒരു റിവേഴ്സലുള്ള സാധ്യതകളും തുറന്നൊരു എൻട്രിക്കുള്ള ഒരു പോസിബിലിറ്റി HUL നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റോക്കുകളിലേക്ക് ഒരു പോസിബിലിറ്റി കണ്ടെത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുകയും ചെയ്യുക. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു LICയിൽ ഒരു 25% സ്റ്റേക്ക് സെയിൽ ചെയ്യാൻ പോകുന്ന എന്നൊരു അപ്ഡേറ്റ് ബ്ലൂംബർഗിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാബിനറ്റ് അപ്രൂവൽ ഏകദേശം 25% സ്റ്റേക്കാണ് അവർ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതും ഓരോ പാർട്ടായിട്ടാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ക്യാബിനറ്റിൻ്റെ അടുത്തുള്ള അപ്രൂവൽ അവർ വാങ്ങാൻ പോകുന്നു എന്നുള്ളൊരു അപ്ഡേറ്റുകൾ ബ്ലൂംബർഗിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു കൺഫേം ആയിട്ടൊരു ന്യൂസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു ന്യൂസിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ ഈ ഒരു ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുകയാണെങ്കിൽ അവരുടെ IPOനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് IPOൻ്റെ ഒരു ടൈമിംഗ് എല്ലാം തന്നെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും 25% സ്റ്റേക്ക് സെയിൽ അവർ പ്രൊസീഡ് ചെയ്യുന്നു, ക്യാബിനറ്റിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന രീതിയിലും ആണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ളൊരു കൺഫർമേഷനുള്ള ഒരു ന്യൂസ് വരുന്നുണ്ടോ എന്നുള്ളത് ട്രാക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ SBI കാർഡ്സ് പേയ്മെൻറ്റ് സർവീസ് ഇവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ എക്സ്പ്രസ്സുമായിട്ട് ഇവരൊരു പാർട്ട്ണർഷിപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ ഒരു പ്രീമിയം പ്രോഡക്റ്റുകൾ SBI കാർഡ് എലൈറ്റ് അതുപോലെ തന്നെ SBI കാർഡ് പ്രൈം ഇതെല്ലാം തന്നെ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ഗ്ലോബൽ നെറ്റ്വർക്കിലേക്ക് അവൈലബിൾ ആകുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു പാർട്ട്ണർഷിപ്പ് SBI കാർഡ്സിന് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിൽ നിന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതേപോലെ തന്നെ ഓർഡർ വിന്നുകൾ വന്ന സ്റ്റോക്കുകൾ ശ്രദ്ധിച്ചാൽ ഇൻ്റലക്ട് ഡിസൈൻ അരീന ഇവർക്ക് മ്യാൻമർ ബേസ്ഡ് ആയിട്ടുള്ള മ്യാൻമാർ ഫോറിൻ ട്രേഡ് ബാങ്ക് ഇവരിൽ നിന്നൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അവർ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡീൽ ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. ഇനി അതുപോലെ തന്നെ സ്റ്റീൽ സ്ട്രിപ്സ് വീൽസ് ഇവർക്ക് ഏകദേശം 9000 വീൽസിൻ്റെ ഓർഡർ യൂറോപ്യൻ യൂണിയനിൽ നിന്നും വിൻ ചെയ്തതായിട്ടാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. ഏകദേശം 2,29,000 യൂറോ വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ 3 IPOകൾ ഇന്ന് മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. മസാഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്സ്ക്രിപ്ഷൻ 2 മടങ്ങ് സബ്സ്ക്രിപ്ഷനാണ് ഫസ്റ്റ് ഡേയിൽ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റീറ്റെയിൽ പോർഷൻ നോക്കുകയാണെങ്കിൽ 5.6 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷൻ നടന്നതായിട്ട് അപ്ഡേറ്റുകളിൽ കാണുന്നു. അപ്പോൾ ഇതൊരു നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഈ ഒരു സ്റ്റോക്കിന് ഈ ഒരു IPOയ്ക്ക് സംഭവിക്കുന്നതെന്നാണ് കാണാനുള്ളത്. ഇനി അതുപോലെ തന്നെ UTI AMC ഇവരെ സംബന്ധിച്ചിടത്തോളം ഡേ 1 27% സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ റീറ്റെയിൽ പോർഷൻ നോക്കുമ്പോൾ 51% സബ്സ്ക്രിപ്ഷനുമാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ലിഖിത ഇൻഫ്രാസ്ട്രക്ചർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഫുൾ സബ്സ്ക്രിപ്ഷനാണ് ഡേ 1 തന്നെ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റീറ്റെയിൽ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ 2.5 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷൻ നടന്നതായിട്ട് അപ്ഡേറ്റുകളിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു IPOകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ IPOകൾ ട്രൈ ചെയ്യുക നിങ്ങളും. ഇനി അടുത്തായിട്ട് KNR കൺസ്ട്രക്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സബ്സിഡറി ആയ KNR വാളയർ ടോൾവേസിലുള്ള ഇവരുടെ 100% സ്റ്റേക്കും ക്യൂബ് ഹൈവേസിന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പേയ്മെൻ്റ് ആയിട്ട് ഏകദേശം 384 കോടി ഇവർ റിസീവ് ചെയ്യും എന്നാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ശ്രീ സിമൻസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 12,000 ടൺസ് പെർ ഡേ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ക്ലിങ്കർ യൂണിറ്റ് അവർ ഛത്തീസ്ഗഡിൽ നിർമ്മിക്കാനുള്ള ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ഇവർക്ക്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് മാർക്കറ്റിനെയും അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ അതുപോലെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ ഈ ഒരു US മാർക്കറ്റും രാവിലെ SGX നിഫ്റ്റിയുടെ ഒരു ട്രെൻഡും ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റിലേക്ക് എൻട്രികൾ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ സ്റ്റോക്കുകളും വരും ദിവസങ്ങളിൽ നമുക്ക് നടക്കാൻ പോകുന്ന അടുത്ത ആഴ്ചയാണ് ഏകദേശം മോണിറ്ററി പോളിസി മീറ്റിംഗ് നടക്കുന്നതായിട്ട് അപ്ഡേറ്റുകൾ കാണാനുള്ളത്. അപ്പോൾ ആ ഒരു മോണിറ്ററി പോളിസി മീറ്റിങ്ങിൻ്റെ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ സ്റ്റിമുലസ് പാക്കേജുകളെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് അപ്ഡേറ്റുകളും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അതുമാത്രമല്ല ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഇപ്പോൾ പറഞ്ഞ ഒരു മന്ത്ലി ഓപ്ഷൻ ഡാറ്റ ഒക്ടോബർ മന്തിൻ്റെ ഡാറ്റയും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വെച്ചിരിക്കുക. അപ്പോൾ അതിനെ തുടർന്നുള്ളൊരു എൻട്രികൾ കൊടുക്കുന്നതിനെക്കുറിച്ചും അതിലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുന്നതിനെക്കുറിച്ചും തീർച്ചയായിട്ടും ആലോചിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. പുതിയ അപ്ഡേറ്റുകളോട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.